ശ്രീ രവിശങ്കർ, പാർട്ടിക്കേറ്റ പരാജയം അത് കൂലങ്കഷമായി പരിശോധിക്കുന്നതാണല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞത്. പരിശോധിച്ച ശേഷം എന്ത് ചെയ്യാനാണ് പോകുന്നത്? പാർട്ടിയിൽ നിന്ന് ആളുകൾ വിട്ടുപോവാണ് ശ്രീ രവിശങ്കർ, പഴയതുപോലെയല്ല ഇത്. ഇപ്പം നോക്കൂ, CPM-നെ തോൽപ്പിച്ചത് CPM-കാർ തന്നെയാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എണ്ണി പറയാം, കണക്കുകളുണ്ട്. ഇപ്പം ഇനി എന്ത് പറഞ്ഞാണ് ഈ അണികളെ ബോധ്യപ്പെടുത്തുന്നത്, അല്ലെ നിങ്ങൾ ചേർത്ത് പിടിക്കാൻ പോകുന്നത്? ചോദ്യം കഴിഞ്ഞു. ചോദ്യം കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. അതായത് എനിക്ക് ശേഷം സംസാരിച്ച രണ്ട് ബഹുമാന്യ വ്യക്തികളുണ്ട്. അതില് ഷാജഹാൻ സാറ്, അദ്ദേഹത്തിന് എന്നെ കുറിച്ച് അവമതിപ്പ് എന്തെങ്കിലും തോന്നിയെങ്കിൽ അത് തെറ്റായ ധാരണ. കാര്യം അദ്ദേഹം സംസാരിച്ചപ്പോൾ CPM-ന്റെ പ്രതിനിധി എന്ന് പറഞ്ഞ് തുടങ്ങിയത് കൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് അങ്ങനെ സംസാരിച്ചത്. കാര്യം അദ്ദേഹത്തിന് എല്ലാ സ്വാതന്ത്ര്യവും ഉണ്ട്. CPM-നെ എന്നല്ല, രാജ്യത്തെ എല്ലാ ഐഡിയോളജിയും അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ വ്യക്തിപരമായി പറയരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞത്. അതിൽ അദ്ദേഹത്തിന് അതിനെ പുറത്തേക്ക് ഞാൻ അദ്ദേഹത്തെ നിന്ദിക്കാനൊന്നും വരുന്നില്ല. എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ തമ്മിൽ വ്യക്തിപരമായി അറിയുന്ന ആളുകളോ ശത്രുക്കളോ ഒന്നുമേ അല്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, എനിക്ക് എന്റെ രാഷ്ട്രീയം. റജീവ് ലൂക്കോസ് സാറും പറഞ്ഞു, ഞാൻ നമ്പ്യാർ അദ്ദേഹം സംസാരിക്കുമ്പോൾ അങ്ങ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഞാൻ വളരെ മാന്യവും മര്യാദയ്ക്കുമാണ് മറുപടി പറയുന്നതാണ് എന്റെ വിശ്വാസം. അതിനപ്പുറത്തേക്ക് ഞാനൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ എന്റെ വാക്കുകളിലൊന്നും അങ്ങനെ മോശപ്പെട്ട എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. ഇതിങ്ങനെയാണ് സംഭവിച്ചത്. അദ്ദേഹം ഇവിടെ ഒരു വിദ്വാൻ എന്ന് പറയുന്നത് ശരിയല്ലല്ലോ, അങ്ങനെ സംസാരിക്കാൻ പാടില്ലല്ലോ. അദ്ദേഹത്തിന് ഞാൻ നിന്ദിച്ചൊന്നും പറഞ്ഞു. അപ്പോ പിന്നെ എനിക്ക് സമചിത്തതയില്ല, അല്ലെങ്കിൽ എനിക്ക് സമനില തെറ്റിയ ആളാണ്, ഇങ്ങനെയൊന്നും സംസാരിക്കുന്നത് ഒരു നല്ല ഭാഷയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. അത് ശരിയായ രീതിയല്ല. അത് ഒരിക്കലും ഒരു ചർച്ചയിലും അങ്ങനെ ആരും സംസാരിക്കാൻ പാടില്ല. അവരുടെ അഭിപ്രായം പറയാം, അവരുടെ ഉത്തരത്തിലേക്ക് വരൂ പ്ലീസ്. അടുത്ത ചോദ്യം, അങ്ങ് പറയുന്നത് ഞാൻ പറയട്ടെ, അങ്ങ് പറയുന്നത് CPIM-ൽ നിന്നും അണികൾ ഒന്നാകെ ഒലിച്ചു പോകുന്നു. അങ്ങനെ പറയുന്നതിനോട് അങ്ങയുടെ അഭിപ്രായം അത് അവിടെ നിൽക്കട്ടെ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടി രൂപീകരിച്ചത് 1964-ലാണ്. CPIM-ആയി രൂപീകരിച്ചത് 1920-ലാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത്. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. 64 തൊട്ട് ഇങ്ങോട്ടുള്ള തിരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ലഭിച്ച സീറ്റുകളെ സംബന്ധിച്ച് അങ്ങൊന്ന് പരിശോധിക്കും. ഇതിൽ അന്ന് ഞങ്ങൾക്ക് ലഭിച്ച കേവലം 40 സീറ്റാണ്. തുടർന്ന് ഇങ്ങോട്ട് വരുന്ന പല തെരഞ്ഞെടുപ്പുകളിലും അതിൽ 1977 ഞങ്ങൾക്ക് കേവലം 16 സീറ്റുകൾ മാത്രമാണ് ലഭിച്ചത്. ഇപ്പൊ ഞങ്ങൾക്ക് 26 സീറ്റ്. 2001 ഞങ്ങൾക്ക് കേവലം 24 സീറ്റ് മാത്രമേ ലഭിച്ചു. നിങ്ങളുടെ പാർട്ടി എഴുതി തള്ളിയോ? ഞങ്ങളുടെ പാർട്ടിയുടെ അന്ന് ഈ പറയപ്പെടുന്ന കേരളത്തിലെ എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിൽ ഏറിയ പങ്കും UDF ആണ്, കോൺഗ്രസ് ആണ് ജയിച്ചത്. അതുകൊണ്ട് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഇല്ലതായി പോയി. CPIM 1980 ഞങ്ങൾ രൂപീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ആ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പല ഘട്ടങ്ങളിൽ അധികാരത്തിൽ വരികയും പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. 2016 ശേഷം ആദ്യമായാണ് കേരളത്തിൽ ഒരു ഗവൺമെന്റ് തുടർ ഭരണം ലഭിക്കുന്നത്. ആ തുടർ ഭരണം ലഭിച്ചപ്പോ അതിന്റെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭരണത്തിലുള്ള വൈകല്യം ഉണ്ട് എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. പക്ഷേ ഞങ്ങളുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങൾ എടുത്ത തീരുമാനങ്ങൾ എന്തെങ്കിലും അപജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ജീർണത ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ആ ജീർണത കൃത്യമായി പരിശോധിക്കപ്പെടാനുള്ള ഒരു സംവിധാനം ഈ പാർട്ടിക്കകത്തുണ്ട്. ആ പാർട്ടി അത് കൃത്യമായി പരിശോധിക്കും. അതിന്റെ പേരാണ് ഞങ്ങൾ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് ഞങ്ങൾ പറയുന്നത്. നിങ്ങൾ അംഗീകരിക്കണമെന്നില്ല. ആ ഉൾപാർട്ടി ജനാധിപത്യത്തിലൂടെ ഇതിനകത്തിൽ ഏത് ഉന്നതനെയായാലും തിരുത്താൻ ഞങ്ങൾക്ക് കഴിയും. റജീവ് ലൂക്കോസ് സാർ പറയുന്നത് പോലെ ഇതിനകത്തിൽ പാർട്ടിക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ആളുകളാണ് ഇരിക്കുന്നത് എന്നൊന്നുമില്ല. പിണറായി എന്തുകൊണ്ട് തിരുത്തിയില്ല? ഏത് ഉന്നതനാണെങ്കിലും തിരുത്തുമെന്ന് പറഞ്ഞു. പിണറായി എന്തുകൊണ്ട് തിരുത്തിയില്ല? പിണറായി വിമർശിക്കപ്പെട്ടില്ലേ? പിണറായിയുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടില്ലേ? എന്നിട്ട് എന്തുകൊണ്ട് പിണറായി തിരുത്തിയില്ല? അതിനുള്ള ഗഡ്സൊന്നും ഒരാൾക്കും ഇല്ല, പാർട്ടിയിൽ ഒരാൾക്കും ഇല്ല. ശ്രീ രവിശങ്കർ, പിണറായിയെ വിമർശിച്ച നാളെ നിങ്ങൾ പാർട്ടിക്ക് പുറത്താണ്. അതല്ലേ സംഭവിച്ചത്? ഉണ്ണികൃഷ്ണന്റെ കാര്യത്തിലും ഗോവിന്ദന്റെ കാര്യത്തിലും സുധാകരന്റെ കാര്യത്തിലൊക്കെ അതല്ലേ സംഭവിച്ചത്? ഇപ്പോഴത് പറയാതെ നിങ്ങൾ ഈ ഉൾപാർട്ടി ജനാധിപത്യമൊന്നും ഇല്ല. കാണിക്കാവോ? അതിൽ അങ്ങനെ വലിയ മാധ്യമ പ്രവർത്തനമല്ല, ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കാവോ? ഞാനൊന്ന് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ സാർ. ഞാൻ പാർട്ടിയുടെ പല സംഘടനാ സമ്മേളനങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ആളാണ്. എന്നേക്കാൾ കൂടുതൽ പങ്കെടുത്തിട്ടുള്ള ആളായിരിക്കും ചിലപ്പോ ഷാജഹാൻ അദ്ദേഹവും അല്ലെ റജീവ് ലൂക്കോസ് അദ്ദേഹവും ഒക്കെ. അദ്ദേഹം പറഞ്ഞ അദ്ദേഹം 8 വർഷമായി പാർട്ടി മെമ്പറാണ്. ഞാൻ 1986 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായി ആയ ആളാണ്. ഞങ്ങൾക്കൊന്നും ഇതുവരെ ഈ മന്ത്രികളിൽ കയറി ഇറങ്ങാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ പ്രതിപക്ഷ നേതാവിന്റെയോ പേഴ്സണൽ സ്റ്റാഫിൽ പ്രവർത്തിക്കാനോ ഒന്നും അവസരം കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങൾ ഈ പാർട്ടിയാണ്, ഞങ്ങൾ ഈ പാർട്ടിയുടെ അണികളാണ്. ഞങ്ങൾക്ക് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട്
ഞങ്ങൾക്ക് പറയാനുള്ള അവകാശങ്ങളും അവസരങ്ങളും കിട്ടുന്ന സമയത്ത് ഏത് ഉന്നതനായ നേതാവായാലും ശരി തെറ്റെന്ന് കണ്ടാൽ ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ സെക്രട്ടറി സമ്മേളനത്തിൽ കൃത്യമായി എന്റെ സമയം വന്നപ്പോൾ, എന്റെ ഡെലിഗേഷന്റെ സമയം വന്നപ്പോൾ കൃത്യമായി കേരളത്തിലെ മന്ത്രിമാരെയും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റം വരുത്തണമെന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. റെക്കോർഡ് ചെയ്തിട്ടുള്ള മിനിറ്റ്സ് ഉണ്ടല്ലോ ഞങ്ങൾക്ക്. എനിക്ക് എന്റെ കൂടെ ഇരിക്കുന്ന രണ്ടുപേർക്കും അറിയാം ഞങ്ങൾക്ക് അങ്ങനെ മിനിറ്റ്സ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ അത് ഞങ്ങളെ സംബന്ധിച്ച് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ഇനി ആയാലും പറയുകയും ചെയ്യും. ഞാൻ പറയുന്നില്ല പിണറായി വിജയൻ 100% പൂർണ്ണനാണ് എന്നുള്ളത്. ഞാൻ പറയുന്നില്ല ബഹുമാനപ്പെട്ട ഷാജഹാനെ അറസ്റ്റ് ചെയ്ത രീതിയോ അല്ലെ അദ്ദേഹത്തോട് അദ്ദേഹം എന്തെങ്കിലും വ്യക്തിപരമായ വിരോധം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നന്മയാണെന്നൊന്നും ഞങ്ങളാരും കരുതുന്നില്ല. എന്നാൽ സഖാവ് പിണറായി വിജയനെ അടിയന്തരാവസ്ഥക്കാലത്ത് വളരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട്. അതിനെ എങ്ങനെ ന്യായീകരിക്കുക? അതും ന്യായീകരിക്കാൻ കഴിയില്ലല്ലോ. ഈ പറയപ്പെടുന്ന ഞങ്ങളുടെ പാർട്ടിക്കുള്ളിൽ വിഭാഗീയതയുടെ വിത്തുകൾ പാകിയതും വിഭാഗീയത ഉണ്ടാക്കിയതും അദ്ദേഹം തന്നെ പലപ്പോഴും നേതൃത്വം കൊടുത്തിരുന്ന അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട നേതാവിൽ അടക്കം ഉണ്ടായിട്ടുണ്ട്. അതും നമ്മൾ പരിശോധിക്കപ്പെടണമല്ലോ. 1980 ശേഷം ഇങ്ങോട്ടുള്ള CPIM-ന്റെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലായി ഉണ്ടായിട്ടുള്ള വിഭാഗീയ പ്രവർത്തനങ്ങളിൽ ആരൊക്കെ പങ്കാളികളായിരുന്നെന്നും ആരൊക്കെ അതിന്റെ മീഡിയേറ്റേഴ്സ് ആയിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളതും ഒക്കെ ഒന്ന് പരിശോധിക്കപ്പെടേണ്ട കാര്യം കൂടിയാണല്ലോ. അവിടെയൊന്നും ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ടവർക്കൊന്നും ഒരു റോൾ ഉണ്ടായിരുന്നില്ല സാർ. ഇവിടെ ഇരിക്കുന്ന മറ്റു പലർക്കും റോൾ ഉണ്ടായിരുന്നു. ഇവിടെ KN ബാലഗോപാൽ അടക്കം പറഞ്ഞതാണ് വലതുപക്ഷ വ്യതിയാനത്തെ കുറിച്ചൊക്കെ. മാത്രമല്ല ഞാൻ പറഞ്ഞില്ല, ഈ നേരത്തെ പറഞ്ഞ ഇദ്ദേഹം എന്നൊക്കെ അന്നേ പറഞ്ഞിരുന്നു. അന്ന് ആ പറഞ്ഞതൊക്കെ മാനിച്ചിരുന്നെങ്കിൽ ഈ അവസ്ഥ വരുമായിരുന്നോ? ഈ ദുരവസ്ഥ ഉണ്ടാവുമായിരുന്നോ? ഈ ഗതികേടിലെത്തുമായിരുന്നോ? അങ്ങേക്ക് ഈ പാർട്ടിയെ കുറിച്ച് അതായത് എനിക്കറിയാം എനിക്ക് ഈ പാർട്ടിയെ കുറിച്ചൊക്കെ അറിയാം. താങ്കൾ അങ്ങനെ പറയരുത്. പാർട്ടിയെ കുറിച്ച് ഒരു ചുക്ക് അറിയില്ല എന്ന് പറഞ്ഞു പോകാൻ പാടില്ല. പാർട്ടിയെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു മണ്ണാങ്കട്ടിയില്ല. താങ്കൾ പറയുന്ന ഉൾപാർട്ടി ജനാധിപത്യം ഒന്നുമില്ല. എല്ലാവരും താഴെത്തൊട്ട് മേലെയുള്ളവർ തന്നെ ധനസമ്പാദനം, അതാണ് മെയിൻ. ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് പണം സമ്പാദിക്കുക. അതാണ്. ഞാനൊന്ന് പറയട്ടെ സർ, ഈ പാർട്ടിക്കുള്ളിൽ വിഭാഗീയ പ്രക്രിയകൾ കൊണ്ട് തുടക്കമിട്ടതും ആ വിഭാഗീയ പ്രക്രിയ വഴി അനർഹരായ ആളുകൾ എവിടെയൊക്കെ കടന്നു വന്നു എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ വളരെ വിശദമായി പരിശോധിക്കേണ്ട സമയം കൂടിയാണ് സർ. അല്ല, പിണറായി വിഭാഗീയതയുടെ ഭാഗമായിരുന്നില്ലേ? പിണറായിയും ഈ വിഭാഗീയതയുടെ ഭാഗമായിരുന്നില്ലേ? പാർട്ടിയിൽ പിരിഞ്ഞു പോയിട്ടുണ്ട് സർ. രവിശങ്കർ, ഇതൊക്കെ ഈ പാർട്ടിയുടെ അനുഭവമാണ് സർ. ഞാൻ പറയട്ടെ, സഖാവ് എം വി രാഘവൻ എങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി? സഖാവ് PV കുഞ്ഞിക്കണ്ണൻ എങ്ങനെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി? സഖാവ് KR ഗൗരിമണികൾ ആരാണ് നടപടിയെടുത്തത്? ഇത്തരം ഒരുപാട് വിഷയങ്ങൾ ഈ പാർട്ടിക്കകത്ത് ഉണ്ടായിട്ടില്ലേ? ഇവിടെയൊക്കെ ചിലരൊക്കെ വലിയ സ്വർഗാരോപിയായി ഇരിക്കുന്നത് ശരിയായ നടപടിയാണ്. ഈ പാർട്ടിക്കുള്ളിൽ കടപ്പുറത്ത് ഏതാണ്ട് പുറക്കുന്ന പയ്യനല്ലേ വെണ്ടിയാറ്റെന്ന് പ്രസംഗിച്ചിട്ടില്ലേ? ഈ പാർട്ടി ഒരുപാട് കാര്യങ്ങളിൽ പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് സാർ. ഞങ്ങൾ നടത്തും, ഓരോ തരത്തിലും നടത്തും. ഓരോ പാർട്ടി അംഗത്തിന്റെ അഭിപ്രായം ഞങ്ങൾ ശേഖരിക്കും. അഭിപ്രായം ശേഖരിച്ചുകൊണ്ട് തിരുത്തം വരുത്തേണ്ടടുത്ത് തിരുത്തം വരുത്തും. തർക്കമില്ല. എന്തെങ്കിലും അതാണ് ഞങ്ങളുടെ പാർട്ടിക്ക്, അതാണ് സാർ പാരമ്പര്യം. ഞങ്ങളുടെ പാർട്ടിയുടെ പാരമ്പര്യം അതാണ്. ഞങ്ങളുടെ പാർട്ടി അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പിടിച്ചു നിൽക്കുന്നത്. ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് ത്രിപുരയിലും ബംഗാളിലും ഭരണം നഷ്ടപ്പെട്ടെങ്കിലും ഏതാണ്ട് ഒരു വ്യാഴവട്ടത്തിന് ശേഷം ഞങ്ങൾക്ക് അവിടെ ഒരു 2 സീറ്റ് കിട്ടിയിട്ടുണ്ട് സാർ. ഒന്ന് ഞങ്ങളുടെ ചിഹ്നത്തിൽ മത്സരിച്ചു, ഒന്ന് ഞങ്ങളുടെ ഘടകകക്ഷിയിൽ മത്സരിച്ച് ജയിച്ചു. ഞങ്ങൾ തിരിച്ചു വരും. കാര്യം കമ്മ്യൂണിസം ലോകത്ത് അപ്രത്യക്ഷമാകുന്ന ഒക്കത്തില്ല. അതിനെ രക്ഷിക്കട്ടെ.